ഇലക്ഷൻ സോഫാർ നല്ല ഇതിലായിരുന്നു. വാഷിംഗ്ടൺ യൂണിറ്റ് നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്തു. കംപ്ലൈന്റുകളൊന്നുമില്ല. എല്ലാം നല്ല വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ റിസൾട്ട്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 വർഷം ഞങ്ങളുടെ വിമൻസ് ഫോറം വളരെ ആക്റ്റീവായിരുന്നു. ചുരുക്കി പറയാനാണെങ്കിൽ ഞങ്ങളൊരു കുക്ക് ബുക്ക് ഇറക്കി. ജ്ഞാനായ അടുക്കള രഹസ്യം എന്നൊരു കുക്ക് ബുക്ക് ഇറക്കി. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമ്മൾ റെസിപ്പികൾ കളക്ട് ചെയ്ത് അതൊരു ബുക്കാക്കി പ്രകാശനം ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് ആ കിട്ടിയ തുക, സെയിൽ ചെയ്ത് കിട്ടിയ തുക കൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലെ 28 വിധവകളെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു, കുടുംബാംഗങ്ങളെ. അത് ആ ഹെൽപ്പ് ചെയ്തത് പലർക്കും ചികിത്സയ്ക്കും കൂടുതൽ വിദ്യാഭ്യാസത്തിനും, വിധവകൾക്ക് വേണ്ടിയ അവർ കുട്ടികൾക്ക് പലർക്കും അസുഖങ്ങളുണ്ടായിരുന്നു, അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെയും ഒക്കെ അവർക്കൊക്കെ ചികിത്സയ്ക്ക് ഞങ്ങൾ സഹായിക്കാൻ സാധിച്ചു. അതിൽ വലിയൊരു സംതൃപ്തിയാണ് അത് കഴിഞ്ഞപ്പം കിട്ടിയത്. ഞങ്ങൾ വലിയൊരു ചെയ്തു. തുടർന്ന് അടുത്ത കമ്മിറ്റി പ്രതിഭ തച്ചേട്ടിന്റെ നേതൃത്വത്തിൽ തുടങ്ങുകയാണ്. ഇന്നോട്ട് അവരുടെ കമ്മിറ്റികൾ എന്താ പ്ലാൻ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ബട്ട് ഷുവർലി ദെൽ ബി ചാരിറ്റി വർക്ക് ഡൺ ബൈ ദ വിമൻസ് ഫോറം എവറി ഇയർ. ഞാൻ കഴിഞ്ഞ 2 വർഷം ന്യൂയോർക്കിലെ വിമൻസ് ഫോറത്തിന്റെ പ്രസിഡന്റും കൂടെയായിരുന്നു. അവിടെയും വളരെ ആക്റ്റീവായിട്ട് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് പല സെമിനാറുകൾ നടത്തി. പേരൻസിന്, യൂത്തിനെ ആയിട്ടുള്ള ഇൻഫ്ലുവൻസിനെ പറ്റിയുള്ള സെമിനാറുകൾ ഒക്കെ നടത്തി. ന്യൂയോർക്കിൽ ഞങ്ങളൊരു വിമൻസ് എല്ലാവരുടെ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ജ്ഞാനായ വിമൻസ് എല്ലാവരുടെ കൂടെ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. ഒരു വിമൻസ് ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അനിത, ഇപ്പോൾ നമുക്ക് എന്താ രണ്ടുപേരും കൂടെ വാ, അങ്ങോട്ട് നീങ്ങിയിരുന്നു. ഇവിടെ ഇരിക്കും. വാ സനി ചേച്ചിയാ. ഇപ്പോൾ നമുക്ക് 2 ജ്ഞാനായ സുന്ദരികളെ പരിചയപ്പെടാം. ഓക്കെ, നിങ്ങളെ ഒന്ന് പരിചയപ്പെടുക. ഹൂസ്നി എന്ന് വന്ന അനിത ആൻഡ് സജനി ചക്കിങ്കൽ, ഇവർ ഓരോരുത്തരായിട്ട് നമ്മളെ പരിചയപ്പെട്ട് സംസാരിക്കുന്നു. എന്റെ പേര് അനിത നടക്കുഴക്കൽ. ഞാൻ KCCNAയുടെ വുമൺസ് റെപ്രസെന്റേറ്റീവാണ്. ഇവിടെ ഇലക്ഷന് വരാൻ അങ്ങനെ സാധിച്ചതിനൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇലക്ഷൻ എല്ലാം നല്ല ഭംഗിയായി കഴിഞ്ഞു. ഇനിയിപ്പം ആരാ ജയിക്കുന്നതെന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആര് ജയിച്ചാലും ഏത് ടീമാണല്ലോ അവർക്കെല്ലാവർക്കും എന്റെ എല്ലാ ആശംസകളും. ഹ്യൂസ്റ്റണിലെ പ്രവർത്തനമെല്ലാം വളരെ ഭംഗിയായി പോകുന്നു. വിമൻസ് ഫോറം എല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ ഈ വർഷം ഇപ്പൊ പുതിയതായിട്ട് അങ്ങ് തുടങ്ങുന്നേ ഉള്ളൂ. വിമൻസ് ഫോറത്തിൽ ഇപ്പൊ ഞങ്ങള് 460 ഫാമിലി ഉണ്ട്. ഓരോ ഭാര്യമാരെല്ലാം വീട്ടിലുണ്ടല്ലോ. നന്നായിട്ട് പോകുന്നതല്ല. എല്ലാം ഇത് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാം വളരെ നന്നായിട്ടെല്ലാം പോയി. നന്നായിരുന്നു എല്ലാം. സജിനി ചക്കിങ്കൽ ചേച്ചിയെ പരിചയപ്പെടാം. എന്റെ ഒരു ചേട്ടന്റെ ഭാര്യയാണ്. ചേച്ചിക്ക് ഞാൻ മൈക്ക് കൈമാറി 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. താങ്ക് യു. എന്റെ പേര് സജിനി ചക്കങ്കല, ഹ്യൂസ്റ്റൺ ഗ്രാനൈറ്റ് കാത്തലിക് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. ഇവിടെ ഇലക്ഷൻ വളരെ ഭംഗിയായിട്ട് പോകുന്നു. കമ്പൈൻ കോയിറ്റാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല. വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുവാണ്. ബേബിച്ചേട്ടൻ ഞങ്ങളുടെ ഹൂസ്റ്റന്റെ ആണ്. ഞങ്ങൾക്ക് പ്രസിഡൻസി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്നലെ സൺഡേയില്, നാളെ വൈകുന്നേരം തിരിച്ചു പോകും. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ വാഷിംഗ്ടണൊക്കെ ഒന്ന് കറങ്ങണമെന്നുണ്ട്. ഒബാമ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ ചോദിച്ചിട്ടേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. അവര് ഞങ്ങളെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇട്ടിരിക്കുവാണ്. എല്ലാരുമായിട്ട് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ പഴയ സുഹൃത്തുക്കളെ, ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതിന്റെ എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റി. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ഫാമിലിയെ കാണാൻ പറ്റി. പ്രത്യേകിച്ച് ചക്കങ്ക ഫാമിലിക്കാരെ ഒത്തിരി പേരെ കാണാൻ പറ്റിയ. ഓക്കെ, താങ്ക് യു. നമുക്ക് നമ്മുടെ തോമസ് തോട്ടം ചേട്ടനെ പരിചയപ്പെടാം. അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു.
എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പൂർവിക പിതാക്കന്മാര് മാഹിപിതാവും തറപ്പിതാവും ഉണ്ടായിരുന്നത് ക്നാനായ സമുദായ ജനങ്ങളെ ഒന്നിച്ചു ചേർത്ത് വൈദികരോടുകൂടി ഒരു സമൂഹമായിട്ട് കൊണ്ടുപോകുന്ന, അതുപോലെ കുന്നശ്ശേരി പിതാവും ഒരു സമൂഹമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ സഭാധികാരികൾ ജനങ്ങളെ തല്ലിത്തിരിപ്പിച്ച് ജനങ്ങളിൽ അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാതെ കൊണ്ട് സഭയോട് ചേർന്ന് പോകണമെന്ന് പറയുന്നതിൽ യാതൊരർത്ഥമില്ല. ഈ സഭ തന്നെയാണ് നമുക്ക് 2011 കോട്ടയം രൂപത തന്നിരിക്കുന്നത്. അത് വ്യക്തികളുടെ അധികാരപരിധിയാണ്, ഏരിയയിലല്ല. അത് വെച്ച് നമുക്ക് റോമിൽ എന്തുകൊണ്ട് ഈ മൂലക്കാട്ട് പിതാവ് തന്നെ ക്നാനായക്കാരെ ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന മൂലക്കാട്ട് പിതാവ് എന്തുകൊണ്ട് ക്നാനായക്കാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നില്ല എങ്കിൽ ഈ സ്ഥാനം ഒഴിഞ്ഞ് കോട്ടയം രൂപതയിൽ നിന്ന് റോമ പോപ്പിന്റെ അടുത്ത് ചെന്ന് എനിക്ക് ക്നാനായക്കാരുടെ പൈതൃകം സംരക്ഷിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, അതുകൊണ്ട് ഇതാ ഈ തൊപ്പി ഞാൻ വെച്ച് സറണ്ടർ ചെയ്യുന്നു എന്ന് പറയേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞില്ലേ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലുള്ള ക്നാനായക്കാര് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുക. ഈ പരുവത്തിൽ പോയാൽ നമ്മുടെ ഈ സമുദായം ഇല്ലാതാക്കാനാണ് പഴയ കാലങ്ങളിലുള്ള എല്ലാ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സീറോ മലബാർ ഹൈറാർക്കിയിൽ കിട്ടുന്ന എല്ലാം തന്നെ നമുക്ക് ഈ പ്രതികൂലമായ സാഹചര്യങ്ങളാണ്. അവരെ കൂട്ടത്തിൽ നിന്ന് ചവിട്ടുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് മനസ്സിലായിരുന്നിടത്തോളം കാലം. അതുകൊണ്ട് അതിന് നമ്മുടെ കൂടെ മൂലക്കാട്ട് പിതാവ് നിൽക്കുന്നില്ലാത്ത പക്ഷം നമ്മൾ പിതാവിനെ ബഹിഷ്കരിക്കേണ്ട സമയം വരുന്നു. അതല്ലെങ്കിൽ നമ്മൾ ക്നാനായ കത്തോലിസം കളഞ്ഞ് ക്നാനായ ക്രിസ്ത്യാനിറ്റി ആയിട്ട് ഓൾ ഓവർ വേൾഡിലുള്ള ക്നാനായക്കാര് ഒരുമിച്ച് ചേരേണ്ട ഒരു സമയം വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും എന്നെ ശ്രമിച്ചതിന് നന്ദി. ചേട്ടാ, ഒരു കാര്യമാണ് പറയാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ജനുവരി 18 ഞാനും KCCയുടെ പ്രസിഡന്റ് ടോമി ചേട്ടനും കൂടെ പിതാവിനെ കണ്ടിരുന്നു. അപ്പോൾ പിതാവ് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം ലാസ്റ്റ് ഞങ്ങളോടൊരു കൺക്ലൂഷനായിട്ട് പറഞ്ഞത് KCCനെ റോമിൽ പോകാനായിട്ട് അങ്ങാടി പിതാവുമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്ക്, ഞാനും കൂടെ വന്ന് ഓറിയന്റൽ കോൺഗ്രിഗേഷനിലെ സാൻഡ്രിയ തിരുമേനിയുമായിട്ട് കണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് കോട്ടയത്തെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പാരമ്പര്യങ്ങളും എല്ലാവിധ കസ്റ്റംസും നോർത്ത് അമേരിക്കയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സഹകരണവും അദ്ദേഹം ചെയ്യും. അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ വന്ന് ആ തിരുമേനിയുമായിട്ട് പരിചയപ്പെടുത്തി സംസാരിച്ച് നമ്മുടെ കൂട്ടത്തിൽ വരാതെ നമുക്ക് ഉറപ്പും വാക്കും തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പിതാവ് നമ്മുടെ കൂട്ടത്തിൽ വരും. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് പിതാവിനെയും കൊണ്ട് റോമിലോട്ട് പോകാനായിട്ട് ഇവിടുത്തെ സീറോ മലബാർ ഹൈറാർക്കി ആയ അങ്ങാടി പിതാവിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. അങ്ങാടി പിതാവ് അപ്പോയിന്റ് എടുത്ത് തരുന്ന പോലെ ഇരിക്കും നമ്മൾ പോകാനായിട്ട്. പിതാവിന് എന്തുകൊണ്ട് അപ്പോയിന്റ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിന്റെ അമേരിക്കയിലെ ക്നാനായക്കാരെല്ലാം അങ്ങാടി പിതാവിന്റെ കീഴിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ക്നാനായ പള്ളികളെല്ലാം ക്നാനായക്കാർ കൂടുതൽ പോകുന്ന സീറോ മലബാറിന്റെ മറ്റൊരു പള്ളിയായിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ക്നാനായക്കാർ കൂടുതൽ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങാടി പിതാവിന്റെ കീഴിലാണ് നമ്മളെല്ലാം വരുന്നത്. അങ്ങാടി പിതാവാണ് ഇവിടുത്തെ ക്നാനായക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി ഓറിയന്റൽ കോൺഗ്രിഗേഷൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് തരേണ്ടത്. അപ്പോൾ അങ്ങാടി പിതാവ് ചോദിച്ചാൽ മാത്രമേ അപ്പോയിന്റ്മെന്റ് കിട്ടുള്ളൂ. അതെടുത്ത് KCCനെ അപ്പോയിന്റ്മെന്റ് അങ്ങാടി പിതാവിൽ കൂടെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും മൂലക്കാട് പിതാവ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ റോമിൽ വന്ന് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ എനിക്കതിനകത്ത് ഒരു കാര്യം മനസ്സിലാകാത്തുള്ള, എന്റെ മക്കൾക്കൊരു വിഷമമുണ്ടെങ്കിൽ അയലോക്കത്ത് ചേട്ടനാണ് എന്റെ പിള്ളേരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് റോമിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന പറയുന്നതിൽ എനിക്ക് യാതൊരു അർത്ഥവും തോന്നുന്നില്ല. കാരണം ക്നാനായക്കാര് ഇന്നും ഞങ്ങളുടെ പിതാവുമായിട്ട് കാണുന്ന മൂലക്കാട്ട് പിതാവിനെയാണ്. അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ ആ മൂലക്കാട്ട് പിതാവ് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വരാം, പക്ഷെ അയലോക്കത്തെ വർക്കിച്ചേട്ടൻ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. അതിനെപ്പറ്റി എനിക്കൊന്ന് ആർഗ്യ ചെയ്യാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലക്കാട്ട് പിതാവിനോടും കുന്നശ്ശേരി പിതാവിനോടും റോം വിലക്കിയതാണ് അമേരിക്കയിലെ ക്നാനായക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടരുത്, കാരണം നിങ്ങൾക്ക് അവിടെ അധികാരമില്ല, അവിടെ അധികാരമുള്ളത് അങ്ങാടി പിതാവാണെന്ന് വിലക്കിയതാണ്. അതിൽ പ്രകാരമാണ് പോളിസിയുടെ വിധേയമായി നിന്നുകൊണ്ടാണ് പിതാവ് പറഞ്ഞത് അങ്ങാടി പിതാവ് ചോദിച്ചാൽ മാത്രമേ അപ്പോയിന്റ്മെന്റ് കിട്ടുള്ളൂ, ഞാൻ ചോദിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞത്. അതിപ്പോ അങ്ങാടിയത്ത് പിതാവ് പറയുന്നത് എല്ലാവരും അങ്ങാടിയത്ത് പിതാവിന്റെ കീഴിൽ അണിയറ വെച്ചാൽ മാത്രമേ ഉള്ളൂ പുള്ളി മെമ്പർഷിപ്പ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അതൊരിക്കുകയില്ല. അതിൽ ഞാൻ ലാറ്റിൻ പള്ളിയിൽ ലോക്കൽ ലാറ്റിൻ പള്ളിയിൽ പോയി മെമ്പർഷിപ്പ് ചേർന്ന് കണ്ടിന്യൂ ചെയ്യാനാണ് എന്റെ ആഗ്രഹം. ആ രീതിയിലാണ്. കാരണം ഇന്നത്തെ പ്രത്യേകിച്ച് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് രാജ്യമാണ്. ഇവിടെ ഒരു രീതിയിലും മതത്തിന് ആരെയും പ്രഷർ ചെയ്യാൻ പറ്റത്തില്ല.
അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇവിടുത്തെ ലാംഗ്വേജ് വേറൊരു ഒരു പ്രശ്നമാണ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് പിന്നെ ഇംഗ്ലീഷിൽ ലാറ്റിൻ കുർബാന ചെല്ലാനുള്ള റൈറ്റ് ഇല്ലെന്ന് നമ്മുടെ അച്ഛന്മാർ പറയുകയും അതേ ലാറ്റിൻ കുർബാന തന്നെ ചെല്ലി ഇവർ ഡോളർ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ലോജിക്ക് ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ കൺസെപ്റ്റിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ന് മലയാളം കുർബാന ഇംഗ്ലീഷ് കുർബാനയും ചെല്ലണം. അത് മംഗ്ലീഷ് അല്ല ലാറ്റിൻ കുർബാന ചെല്ലാനുള്ള റൈറ്റ്. ഇവർക്ക് ലാറ്റിൻ കുർബാന ലാറ്റിൻകാർക്ക് വേണ്ടി ചെല്ലാമെങ്കിൽ ആ കുർബാന കാണാനുള്ള റൈറ്റ് നമുക്കില്ലെങ്കിൽ അത് മേടിച്ച് തരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സഭാ അധികാരികൾക്ക് ഉണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. നമ്മുടെ ഇവിടുത്തെ സഭാധികാരി എന്ന് പറയുന്നത് അങ്ങാടിത്ത് പിതാവാണ്. സോ അങ്ങാടിത്ത് പിതാവിനെ അനുസരിച്ചിരിക്കും നമ്മുടെ ഇവിടുത്തെ ഫ്യൂച്ചറും. ഏതായാലും അങ്ങാടിത്ത് പിതാവ് മൂലക്കാട്ട് പിതാവ് ഒരു ധാരണയിലെത്തി ക്നാനായ സമൂഹത്തെ കോട്ടയത്തെ പോലെ തന്നെ ഇവിടെ പരിപാലിപ്പിക്കുവാൻ സാധിക്കട്ടെ, രണ്ട് പിതാക്കന്മാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച് ചേട്ടാ. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.